പൗരത്വത്തിൽ പല വഴിക്കോ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ എ റഹീമിയുടെ അങ്ങ് കൈയുയർത്തിക്കൊണ്ട് അങ്ങേക്ക് മറുപടി പറയാം. ഒപ്പം ഈ കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് നിയമമന്ത്രി പി രാജീവും പ്രതികരിച്ചു കണ്ടു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അങ്ങനെ അങ്ങ് പിൻവലിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് മറ്റൊരു രൂപത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാം. ശ്രീ ജോർജ് കുര്യൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. മറ്റൊരു തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാം. അത് എന്ത് സൂചനയാണ് നൽകുന്നത്? ഒരു കൂട്ടർ ഈ കാര്യത്തിൽ വളരെ വൈകാരികമായി പ്രതികരിക്കും. നിയമത്തിൻ്റെ ശക്തിയില്ല എങ്കിൽ അവർ പലതും വഴിവിട്ട് ചെയ്തു എന്നിരിക്കും. അതിന് സഹായകരമാവുന്ന അന്തരീക്ഷം സർക്കാർ ഉണ്ടാക്കിയെന്ന പഴി കേൾക്കേണ്ടി വരും. മോദി ഒരു രൂപത്തിൽ ചിന്തിക്കുന്നൊരു വിഭാഗത്തെപ്പറ്റി, സർക്കാർ ക്രമസമാധാനത്തിൻ്റെ മറപറ്റി അതേ വിഭാഗത്തെ എപ്പോൾ വേണമെങ്കിലും മാറാവുന്നൊരു കുറ്റവാളി സമൂഹമായി ചിത്രീകരിക്കുന്നു. അങ്ങനെയല്ലേ കരുതേണ്ടി വരിക ശ്രീ റഹീം? വേണുവിൻ്റെ ദുഷ്ടമനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. ദുഷ്ടമനസ്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ദുഷ്ടമനസ്സാണെന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അങ്ങനെയൊന്നും ദുഷ്ടമനസ്സാവരുത്. ഞാൻ ശ്രീ ചെക്കുട്ടിക്കുള്ള മറുപടിയാണ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാലക്കുള്ള മറുപടിയാണ് ഈ പറയുന്നത്. ആകെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 835. സർക്കാർ പുറപ്പെടുവിച്ച പൊതു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി പോലീസ് അവസാനിപ്പിച്ച കേസുകളുടെ ആകെ എണ്ണം 260. കോടതി തീർപ്പാക്കിയ കേസുകളുടെ ആകെ എണ്ണം പിഴശിക്ഷ ഉൾപ്പെടെ 283. ഇനി അടുത്ത് നിരാക്ഷേപ പത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച കേസുകളുടെ എണ്ണം 86. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ 205. അന്വേഷണ ഘട്ടത്തിലുള്ളത് ഒരെണ്ണം. ഇനി ഇതുകൂടി കേട്ടോളണം. അതായത് ഇതിൻ്റെ ടോട്ടൽ സമ്മറി ഇങ്ങനെ പറയാം. ആകെ രജിസ്റ്റർ ചെയ്ത 835 കേസുകളിൽ പിൻവലിക്കാൻ അനുമതി നൽകിയ കേസുകളും പൊതു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി അവസാനിപ്പിച്ചതുമായ കേസുകളുടെ എണ്ണം 204 + 260 464 കേസുകളാണ്. പകുതിയിലധികം കേസുകൾ പിൻവലിച്ചു കഴിഞ്ഞു, നിലവിലില്ല. അടുത്ത് കേട്ടോ, ആകെ നിരാക്ഷേപ പത്രം നൽകിക്കഴിഞ്ഞ കേസുകളുടെ എണ്ണം, നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം, നൽകിക്കഴിഞ്ഞു സർക്കാരിൻ്റെ ഭാഗം. അങ്ങനെയുള്ള കേസുകളുടെ എണ്ണം പിന്നെയും 204 464 + 204. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള 205 കേസുകളിൽ 88 എണ്ണത്തിൽ സർക്കാർ നിരാക്ഷേപപത്രം നൽകിക്കഴിഞ്ഞവയാണ്. വേണു ഒന്നുകിൽ റിഗ്രറ്റ് ചെയ്യണം. വേണു പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല, ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. ഇനി ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ ശ്രീ ചെക്കുട്ടിയും ഈ പറഞ്ഞതിൽ എന്താ അടിസ്ഥാനമുള്ളത്? ഞാൻ ശ്രീ ചെക്കുട്ടി അങ്ങ് മാറ്റി വയ്ക്കുന്നു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ പ്രേരിതമായാണ് പറഞ്ഞത് എന്ന എൻ്റെ വിമർശനത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ മാറ്റി നിർത്തുന്നു. ശ്രീ ചാമക്കാല, ഒരല്പം ഉളുപ്പ്, എന്താ നിങ്ങളുടെ ഉളുപ്പില്ലായ്മ, നിങ്ങളുടെ ഉളുപ്പ്, നിങ്ങളുടെ ജാള്യത അത് മറച്ചു വയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ മേൽ വെക്കുകയാണ്. നിങ്ങൾക്ക് നരേന്ദ്രമോദി എതിർക്കാൻ വയ്യ. ഇന്ന് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സെക്രട്ടറിയുടെ ഫ്രണ്ട് നടത്തിയ പ്രസംഗം എന്താ? ഈ സുരേന്ദ്രൻ്റെ വർത്തമാനവും വി.ഡി. സതീശൻ്റെ വർത്തമാനവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സുരേന്ദ്രൻ പറഞ്ഞ എന്താ? ഇത് കേരളം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ത്രീധനം കിട്ടിയ വകയല്ല. ഡൽഹിയിൽ നടപ്പിലാക്കിയാൽ, കേന്ദ്രം നടപ്പിലാക്കിയാൽ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല, നടപ്പിലാക്കേണ്ടി വരും. അതേ ഭാഷ കടമെടുത്തായിരുന്നില്ലേ ശ്രീ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞത്? അത് കേരളത്തിലെ കാര്യം. ഇനി കേരളത്തിൽ നിങ്ങളിന്ന് പ്ലക്കാർഡും പിടിച്ചിറങ്ങിയല്ലോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ്. എന്തേ നിങ്ങളുടെ മുഖ്യമന്ത്രിയുള്ള തൊട്ടപ്പുറത്ത് കർണാടകയിൽ അതേ പ്ലക്കാർഡും പിടിച്ച് തെരുവിൽ ഇറങ്ങിയില്ല? എന്തേ തെലങ്കാനയിൽ അതേ പ്ലക്കാർഡും പിടിച്ച് തെരുവിൽ ഇറങ്ങിയില്ല? ഹിമാചൽ പ്രദേശിൽ എന്തേ CAA-ക്കെതിരെ നടപ്പിലാക്കില്ല എന്ന് പറയുകയോ ഇതുപോലൊരു പ്രക്ഷോഭ പരിപാടി അവിടുത്തെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയോ ചെയ്തില്ല? തീരുന്നില്ല. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ആളുകൾ ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു പ്രതികരണം, ശക്തമായൊരു പ്രതികരണം? ശരി, റഹീമിനോട് സഹകരിക്കണം. കാരണം റഹീമിന് അറിയാമല്ലോ, വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ് ജോർജ് കുര്യനിലേക്ക് എനിക്ക് വളരെ കുറച്ച് സമയമേ പോകാൻ പറ്റുള്ളൂ. അല്ലല്ല, ഒരു സെക്കൻഡ് റഹീമെ, എൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കണം. ഞാൻ വരാം ശ്രീ റഹീം. പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ശരി ശ്രീ